ആമേൻ. ദൈവത്തിൻ്റെ തികഞ്ഞ സാന്നിധ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. ഒത്തിരി ദൈവമക്കൾക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. പലരും പനിയുടേതായ പ്രയാസത്താലൊക്കെ ഭാരപ്പെടുന്നു. പകർച്ചവ്യാധികൾ അവിടെയും ഇവിടെയുമൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കടന്നു വന്ന ഈ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ശുശ്രൂഷകന്മാർക്കായി സ്തോത്രം. ശക്തിയോടെ കർത്താവ് അവരെ ഉപയോഗിക്കുന്നോർത്ത് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുകയാണ്. വിശേഷാൽ ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയത്തെ പ്രാരംഭത്തിലൊന്ന് ഓർമ്മിപ്പിച്ച് നമ്മൾ വചനത്തിലേക്ക് കടക്കാം. വിശേഷാൽ പ്രിയ അഭിഷേക്തൻ ചില ദിവസങ്ങളായിട്ട് ശാരീരികമായി അല്പമല്ലാത്ത പ്രയാസത്തിലൂടെ ഭാരപ്പെടുന്നു. ഒത്തിരി ബലഹീനതയിലൂടെയാണ് കടന്നു പോകുന്നത്. മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാൻ കഴിയാത്ത പോലൊരു ബുദ്ധിമുട്ട് ശരീരത്തിനകത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. വരുന്ന ദിവസങ്ങൾ പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കണേ. സഭക്കാരമുയർത്തിയോ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പൂർണ്ണ സൗഖ്യത്തോടെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ ആരാധനയ്ക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധനയ്ക്കകത്ത് വിടുതലുകൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് ഒത്തിരി നന്ദി ഒരു വേദഭാഗം 1-2 വേദഭാഗം എന്ന് പറഞ്ഞ് വേഗത്തിൽ നമ്മൾ ഒരുമിച്ച് വചനത്തിലേക്ക് കടക്കാം. 92 സങ്കീർത്തനം അതിൻ്റെ 10ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 92 അതിൻ്റെ 10. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 19-20 വേദഭാഗം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 19-20 വേദഭാഗം. ആമേൻ. 2 വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. പ്രാരംഭത്തിൽ വായിച്ചു 92-ാം സങ്കീർത്തനം അതിൻ്റെ 10ാമത്തെ വാക്യം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. ആമേൻ. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. അടുത്തത്, പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി പുതിയ എണ്ണ വചനത്തിനകത്ത് പഠിക്കുമ്പോൾ അഭിഷേകത്തെ, പരിശുദ്ധയാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി നിങ്ങളിൽ പുതിയൊരു അഭിഷേകത്തെ, ഞാനതിനെ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. അല്ലെ, കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി പുതിയ ഒരു അഭിഷേകത്തെ നിങ്ങളുടെ മേൽ പകരുവാൻ ഹല്ലേലൂയ പരിശുദ്ധയാത്മാവ് ഇന്ന് ഇതിനകത്ത് ആഗ്രഹിക്കുക. ഇങ്ങനെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. ആമേൻ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറഞ്ഞു തുടങ്ങണം, എൻ്റെ കൊമ്പ് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൊമ്പ് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ, അല്ലെ, കാട്ടുപോത്തിൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുന്ന, അല്ലെ, അതുപോലെ ദൈവം ഉയർത്തുന്ന ഒരു ദൈവമാ. എവിടെങ്കിലും തല കുനിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും താണു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, എങ്കിലും ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആത്മാവിൽ പ്രവചിച്ച്, നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചന ശബ്ദമായി കൈമാറുന്നു. എങ്കിലും എൻ്റെ കൊമ്പ് ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. ഹല്ലേലൂയ. ഉയരത്തില്ലെന്ന് ആര് പറഞ്ഞാലോ, നീ താണു പോകുമെന്ന് പറഞ്ഞാലോ, നിന്റെ സാധ്യതകളെ നോക്കി, നിന്റെ സാഹചര്യങ്ങളെ നോക്കി, നിന്റെ അവസ്ഥകളെ നോക്കി, ഹല്ലേലൂയ, അതിനെ നോക്കി നീ ഉയരത്തില്ലെന്ന് പറയുന്നവരുടെ മുന്നേ ആത്മാവിൽ അകത്തു വെളിപ്പാട് പ്രാപിച്ച ദൈവജനം പറയണ, ഈ പ്രതിസന്ധിയുടെ നടുവിലോ, ഈ കഷ്ടതയുടെ നടുവിലോ, ഈ കണ്ണുനീരിന്റെ നടുവിലോ എൻ്റെ ദൈവം കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എൻ്റെ തലയെ ഉയർത്തുമെന്ന് ആത്മാവിൽ ഹല്ലേലൂയ ഇന്ന് വായുകളെ തുറന്നെന്ന് പറഞ്ഞ്, എങ്കിലും ഹല്ലേലൂയ ഈ
സങ്കീർത്തനം വായിച്ചു തുടങ്ങുമ്പോ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഈ കഷ്ടതയുണ്ട്. എന്നിട്ടും ഈ ദൈവ മനുഷ്യൻ പറയാ, ഇതിന്റെ എല്ലാ നടുവിലോ എനിക്കൊരുറപ്പുണ്ട്. എങ്കിലോ ഇന്ന് ഞാൻ ഇതിനകത്തിരിക്കുന്ന ദൈവ മക്കളോട് ആത്മാവിൽ പറയട്ടെ, നിന്റെ താഴ്ന്ന സാഹചര്യത്തിനകത്തു നിന്ന്, നിന്റെ വരണ്ട അവസ്ഥയ്ക്കകത്തു നിന്ന് ആത്മാവിലെന്ന് പറയാമോ, കർത്താവേ എങ്കിലും എനിക്ക് ഉറപ്പാ ഇതിനകത്തുനിന്ന് എന്റെ തല ഉയരുന്ന. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച ആത്മാവിലൊന്ന് സ്വീകരിച്ചിട്ട് പറ, കർത്താവേ എങ്കിലോ എന്റെ കൊമ്പിനെ നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തു ഉയർത്തും. ഈ വചനത്തിനകത്ത് പലയിടത്തായിട്ട് കാട്ടുപോത്തിന്റെ ബലത്തെ പറ്റിയും ഒത്തിരി ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം ഉയർന്ന സാഹചര്യവുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, പഴയ നിയമത്തിനകത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലെല്ലാം സംഖ്യാപുസ്തകത്തിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം കാട്ടുപോത്ത് ഹല്ലേലൂയ എന്ന് വെച്ചാൽ ഇതിന് നല്ല ബലമുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള നല്ല സ്ട്രോങ് ആയ ഒരു മൃഗമായിട്ടാണ് ഹല്ലേലൂയ വചനത്തിനകത്ത് ഹല്ലേലൂയ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. യോബിന്റെ പുസ്തകത്തിനകത്ത് പോലും പറയുക, കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ എന്ന് വെച്ചാൽ ഹല്ലേലൂയ ആരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കാട്ടുപോത്തിനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ കാട്ടുപോത്തിന് തുല്യമായ മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുക, ബലം അവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ച് കൈമാറട്ടെ, തല കുനിഞ്ഞിരിക്കുന്ന ഇടത്തു നിന്ന് പ്രാർത്ഥന മുറി കയറിയിട്ട് പറയാമോ, ഈ കാട്ടുപോത്തിന്റെ തുല്യമായ ഒരു ബലം എന്നിലുണ്ടെങ്കിൽ എന്റെ തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല, ഞാൻ നിന്ദിതനാകാൻ ദൈവം അനുവദിക്കത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല, ഞാൻ തകർന്നു പോകാൻ എന്റെ ദൈവം ഏതവസ്ഥക്കകത്തു നിന്നും ഒരു ഭക്തന് പറയാൻ കഴിയണം, എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മളുടെ മീതെ ഒരു പ്രശ്നവും കവിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാ, തലയ്ക്ക് മുകളിൽ കുമിഞ്ഞുകൂടിയ പ്രശ്നങ്ങളെ നോക്കി, മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയെ നോക്കി, സാഹചര്യത്തെ നോക്കി ആത്മാവിൽ പറയാമോ, ഇതിനകത്തു എന്നെ ജയത്തോടെ നടത്തുന്ന, ഇതിനകത്തു എന്നെ തകരാതെ നിർത്തുന്ന, ഇതിനകത്തു എന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. എന്തോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആരൊക്കെയോ ഒരു പുതിയ ബലത്തോടെ കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ഉയർത്തണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഏത് സാഹചര്യം നിനക്ക് വിപരീതമായി നിന്നാലോ അതിനകത്തു ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുമെന്ന്. നിന്റെ തലയെ മാനിക്കണമെന്നുള്ളത്, നിന്റെ തലയെ ഉയർത്തണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ സാഹചര്യം മുഴുവൻ അടഞ്ഞു പോയാലോ, സാധ്യതകൾ മുഴുവൻ അടഞ്ഞു പോയാലോ, തല കുനിയുമെന്ന് പറഞ്ഞിടത്തു നിന്ന്, തല താഴുമെന്ന് പറഞ്ഞിടത്തു നിന്ന് നിന്നെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ, ആത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഒന്ന് വാതിർന്ന് പറഞ്ഞേ, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്നൊരു കരം കൊടുത്തിട്ട് പറഞ്ഞേ, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. ഹല്ലേലൂയ. ഒന്ന് ധൈര്യമായി പറയണം, കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഞാൻ ഉയരും. ഹല്ലേലൂയ. എന്നെ ദൈവം ഉയർത്തു. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ നിന്റെ സാധ്യതകൾ പരാജയപ്പെടുകയാ, നിന്റെ ശാപങ്ങൾ പരാജയപ്പെടുകയാ, നിന്റെ രോഗങ്ങൾ പരാജയപ്പെടുകയാ, നിന്റെ ദാരിദ്ര്യങ്ങൾ വഴിമാറുകയാ, നിന്റെ കഷ്ടത ഹല്ലേലൂയ വഴിമാറുകയാ, നിന്റെ മുകളിൽ വാഴുന്ന സകല പ്രതിസന്ധികളും നീ വായി കൊണ്ട് ഇത് പറയുമ്പോ, ആത്മാവിൽ ഇത് പറയുമ്പോ ഹല്ലേലൂയ വളരെ അനുഗ്രഹീതമായ നിലയില് വളരെ ധൈര്യത്തോടെ ഈ മനുഷ്യൻ ഇത് എഴുതി വെച്ചിരിക്കുക. എങ്കിലും ഹല്ലേലൂയ
കാരണം ഒരുവനെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ എല്ലാ സാധ്യതകളും അടഞ്ഞാലും, എല്ലാ സാധ്യതകളും അടഞ്ഞാലും ദൈവം അവനെ മാനിക്കും. അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 19-20 ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. സ്വപ്നം കൊടുത്തത് ദൈവമാണെങ്കിൽ, സ്വപ്നം പറഞ്ഞത് ദൈവമാണെങ്കിൽ, സ്വപ്നം കാണിച്ചത് ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ, സഹോദരന്മാർ എത്ര കൂട്ടം കൂടി നിന്റെ കൊമ്പൊടിക്കാൻ നോക്കിയാലോ, ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്, നിന്റെ കൊമ്പൊടിക്കാൻ നോക്കിയാലോ ഇതിനകത്തു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ സ്വപ്നത്തെ പൂർത്തീകരിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ തകർന്ന സ്വപ്നങ്ങളെ നോക്കി പറയണം, എങ്കിലോ ഇതിനകത്തു നിന്ന് ഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. 37-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവിടെ പറയുന്ന, യോസഫ് വാർദ്ധക്യത്തിലെ മകനായകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒത്തിരി സ്നേഹമുള്ള, ഒത്തിരി ലാളന അനുഭവിക്കുന്ന, അപ്പനിൽ നിന്ന് മറ്റു സഹോദരന്മാർക്ക് കിട്ടാത്ത സ്നേഹം അനുഭവിക്കുന്ന ഒരു മകൻ. ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പരിഗണന കിട്ടുന്ന ഒരു മകൻ. ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു മകൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ ഇഷ്ടപ്പെട്ട് നിലയങ്കിയൊക്കെ ഉണ്ടാക്കി ഹല്ലേലൂയ തന്നെ ധരിപ്പിച്ച് അങ്ങനെ വളരെ കെയറായിട്ട് ഹല്ലേലൂയ എല്ലാ ചേട്ടന്മാരുടെ മുന്നിൽ ഹല്ലേലൂയ നല്ല സമാധാനത്തോടെ നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മകൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ ഒരു സ്വപ്നം കാണുന്നത്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ തൻ്റെ ജീവിതം പോവുക, വളരെ ശാന്തമായ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനൊരു സ്വപ്നത്തെ കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ അതിനെ പറയാം, ഇവൻ്റെ കൊമ്പ് ഉയർത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഈ സഹോദരന്മാരുടെയൊക്കെ മുന്നിൽ ഹല്ലേലൂയ ഇവരുടെയൊക്കെ മുന്നിൽ കൊമ്പുയർത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ കാര്യമായതുകൊണ്ട്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്ലാനിനകത്തുള്ള കാര്യമായതുകൊണ്ട് ഹല്ലേലൂയ ദൈവം അവന് ഒരു ദർശനത്തെ കൊടുക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാ, നീ കണ്ട സ്വപ്നങ്ങൾ, നീ കണ്ട ദർശനങ്ങൾ പലപ്പോഴും തല ഉയർത്താൻ കഴിയാതെ അത് ഹല്ലേലൂയ ഒടിഞ്ഞു പോയെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ പറയാ, ഒടിഞ്ഞു പോയിട്ടില്ല, അതിനെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആരെല്ലാം ഒടിച്ചു കളയാൻ നോക്കിയാലോ, ആരെല്ലാം തകർത്തു കളയാൻ നോക്കിയാലോ അതിനെ മാനിക്കുന്ന ഒരു ദൈവം, അതിനെ ഉയർത്തുന്ന ഒരു ദൈവം. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ ദർശനം കണ്ടു. തൻ്റെ പിതാവിനോടും സഹോദരന്മാരോടുമൊക്കെ ഷെയർ ചെയ്തു. അന്ന് മുതൽ തൻ്റെ ലൈഫിനകത്ത് പ്രോബ്ലങ്ങൾ വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നിന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷ എന്ന് വെളിപ്പെടുമെന്ന് കാണാൻ തുടങ്ങുന്നോ, നീ എന്ന് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുമോ, അന്ന് മുതൽ നിന്റെ ലൈഫിനകത്ത് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. എൻ്റെ മുന്നിലേക്ക് ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, എവിടെങ്കിലും ഒടിയുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെങ്കിലും താഴുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ മേൽ ഏതോ ഒരു വലിയ ദൈവ പ്രവൃത്തി നടക്കാനുണ്ട്, നിന്റെ മേൽ ഏതോ ഒരു വലിയ ദൈവിക നിയോഗങ്ങൾ തുറക്കാനുണ്ട്. ഹല്ലേലൂയ. അന്ന് മുതലേ പ്രശ്നങ്ങൾ തുടങ്ങി. കാരണം ഇവൻ കണ്ട സ്വപ്നങ്ങൾ നടക്കരുത്, ഇവൻ കണ്ട ദർശനങ്ങൾ നടക്കരുത്. പക്ഷേ ഇതൊരു സാധാരണ സ്വപ്നമല്ലായിരുന്നു. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാ. ഹല്ലേലൂയ. കിടന്നാൽ ഉറങ്ങുമ്പോഴൊക്കെ സ്വപ്നങ്ങൾ കാണുന്നവരാ. ഞാൻ പറയാം, ചില സ്വപ്നങ്ങൾ
ചില ദർശനങ്ങൾ, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുണ്ട്. ചില സ്വപ്നങ്ങൾ കണ്ടതുപോലും, ഹല്ലേലൂയ, ചില സ്വപ്നങ്ങൾ ദൈവം കാണിച്ചതുപോലും മറന്നുപോയിരിക്കുന്ന ആരോടോ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. അത് പൂർത്തീകരിക്കാൻ സമയമായി, അത് പൂർത്തീകരിക്കാൻ സമയമായി. നീ കണ്ട സ്വപ്നങ്ങൾ, നീ കണ്ട ദർശനങ്ങൾ, നീ കണ്ട വാഗ്ദത്തങ്ങൾ, അതിനകത്തേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി നിന്നിൽ വെളിപ്പെടുന്ന ഈ സ്വപ്നം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ സ്നേഹം അല്ല, അപ്പൻ ചോദിക്കുക ഇത് സംഭവിക്കുമോ? ഈ സ്വപ്നം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സഹോദരന്മാരുടെ സ്നേഹത്തിന് മാറ്റം വന്നു തുടങ്ങി. അതുവരെ സഹോദരൻ എന്ന് ചിന്തിച്ചവരുടെ മുന്നിൽ താൻ ആരുമല്ലാത്തവനായുക. ഹല്ലേലൂയ. അതുവരെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചവരുടെ മുന്നിൽ താൻ ഒറ്റപ്പെട്ടു പോകുകയാ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, തകർന്നു പോകുന്നുണ്ടെങ്കിൽ, എവിടെ നിന്നോ നീ മാറി നിൽക്കാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പറയാ, നിന്റെ കൊമ്പ് ഉയരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ചിലതിനകത്തു നിന്ന്, ചില സാഹചര്യത്തിനകത്തു നിന്ന് നീ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നോക്കി വിഷമിക്കണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ കൊമ്പിനെ ഇവരുടെ മുന്നിൽ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ അത്രയും ദിവസം വളരെ സ്നേഹത്തോടെ, വളരെ ലാളനയോടെ കഴിഞ്ഞ ചെറുപ്പക്കാരൻ്റെ ലൈഫിനകത്ത് അന്നു മുതൽ പ്രോബ്ലം വന്നു തുടങ്ങി. അന്നു മുതൽ താൻ ഒറ്റപ്പെടാൻ തുടങ്ങി. അന്നു മുതൽ താൻ ഹല്ലേലൂയ ഏതോ മാറ്റി നിർത്തപ്പെടാൻ തുടങ്ങി. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, എൻ്റെ മുന്നിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ ഒരു ദൈവശബ്ദം കൈമാറാം. ചില സാഹചര്യത്തിനകത്തു നിന്ന് മാറുന്നത് പോലെ തോന്നുന്നുണ്ടോ? സാഹചര്യത്തിനകത്തു നിന്ന് നീ ഒറ്റയ്ക്കാകുന്നെന്ന് തോന്നുന്നുണ്ടോ? ഭാരപ്പെടണ്ട. ഇതിൻ്റെ അകത്തു നിന്റെ കൊമ്പ് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇതിനകത്തു നിന്റെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എന്തിനാന്നറിയാമോ? ചില ഇടത്തു നിന്ന് നിന്നെ മാറ്റി നിർത്തുന്നത് ദൈവത്തിന് നിന്നെ പണിയാനാണ്. നീ കണ്ട ദൈവശബ്ദത്തിനകത്തേക്ക്, നിന്നെ ദൈവം കാണിച്ച ദൈവശബ്ദത്തിനകത്തേക്ക് നിന്നെ വലിച്ചിടുവാൻ ചില സാഹചര്യത്തിനകത്തു നിന്ന്, ചില കൂടുകൾക്കകത്തു നിന്ന് ഹല്ലേലൂയ ദൈവം നിന്നെ വഴുതി മാറ്റുന്നത് പോലെ കരമടിച്ച് 1-2 മിനിറ്റുകൾ ആത്മാവിൽ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചില സാഹചര്യത്തിനകത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ നിന്റെ കൊമ്പ് ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. എനിക്കറിയാം ഈ വചനം ആഴത്തിൽ ചിലരുടെ ലൈഫിനകത്ത് കയറുകയാ. നിന്റെ സീസൺ തുടങ്ങുകയാ. നിന്റെ കൊമ്പ് ഉയർത്തുന്ന സീസൺ. നിന്റെ കൊമ്പ് ഒടിഞ്ഞെന്ന് പറഞ്ഞ ആരുടെയൊക്കെയോ മുന്നിൽ നിന്റെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു സീസൺ ദൈവം തുടങ്ങുകയാ. നിന്റെ ശുശ്രൂഷകൾ പുറത്തു വരുന്ന ഒരു സമയം, നിന്നിൽ വെളിപ്പെടുന്ന ദൈവിക നിയോഗങ്ങൾ പുറത്തു വരുന്ന സമയത്തിലേക്ക് പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ ആരെയൊക്കെയോ വലിച്ചിടുന്നത് പോലെ കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക. തകർക്കപ്പെട്ട ഇടത്തു നിന്ന്, ഉടഞ്ഞു പോയ സാഹചര്യത്തു നിന്ന് ആരൊക്കെയോ തല ഉയർത്തി നടക്കുന്നത് പോലെ പിന്നെ ഇവരുടെ പദ്ധതി ഈ ഉയർന്നു നിൽക്കുന്ന ഒരു സ്വപ്നത്തെ ദൈവം കൊടുത്തത്. ദൈവം ഒരു ദർശനം തന്ന, നീ തകർന്നു പോകുന്ന ദർശനമല്ല തരുന്നത്. നീ ഉടഞ്ഞു പോകുന്ന ദർശനമല്ല തരുന്നത്. നിന്നെ ഭയപ്പെടുത്തുന്ന ഒരു ദർശനമല്ല തരുന്നത്. ഹല്ലേലൂയ. പ്രതിസന്ധിക്കകത്തോ നീ ഉയർന്നു നിൽക്കുമെന്നുള്ള ദർശനം ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. നീ കേട്ട ദർശനങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്റെ ലൈഫിന്റെ ഇന്ന് മുതൽ ഇന്നലകളിൽ നീ കേട്ട ഏതെങ്കിലും ദൈവശബ്ദത്തെ തുറക്കുവാൻ കഴിയാതെ അത് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, ഇത് ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ ഇവരുടെ പദ്ധതി എങ്ങനെയെങ്കിലും ഇവനെ ഒടിച്ചു കളയണം എന്ന് വെച്ചാൽ ഇവനിൽ വെളിപ്പെടണ്ട,
ആ ദൈവിക വിടുതലുകളെ അല്ല ദൈവിക ശുശ്രൂഷകളെ ഓടിച്ചു കളയണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ഒരു ദൈവശബ്ദം കൈമാറാം. നിന്നിൽ വെളിപ്പെടുന്ന ശുശ്രൂഷകളെ ഓടിച്ചു കളയുവാൻ, ഹല്ലേലൂയ, പിശാച് ഒരുക്കുന്ന ചില പദ്ധതികൾക്കു മീതെ ആത്മാവിൽ ജയമെടുക്കുവാൻ, ആത്മാവിൽ ജയമെടുക്കുവാൻ അധികാരത്തോടെ എഴുന്നേൽക്കാമെങ്കിൽ പട്ടണത്തിനകത്ത് നിന്റെ തല ഉയരുമെന്ന്, ദേശത്തിനകത്ത് നിന്റെ തല ഉയരുമെന്ന്, നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ തല ഉയരുമെന്ന് ആത്മാവിൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, അതിനെ അങ്ങനെ സ്വീകരിക്കാൻ. നീ ചിലതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാ നിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നീ പാടാൻ തുടങ്ങുമ്പോഴാ നിന്റെ പ്രശ്നം, നീ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴാ നീ പ്രശ്നം. ഹല്ലേലൂയ, നീ ദൈവ രാജ്യത്തിന് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുമ്പോഴാ നിന്റെ പ്രോബ്ലം തുടങ്ങുന്നതെങ്കിൽ ആത്മാവിൽ സ്വീകരിക്ക. നിന്റെ കൊമ്പ് ഇതിന്റെ നടുവിൽ ഉയരുന്ന ആർക്കുമില്ലാത്ത, ഞാൻ എപ്പോഴും നിങ്ങളോട് പ്രസംഗിക്കുന്ന ഒരു ഭാഗമാ അപ്പോസ്തല പ്രവൃത്തി 27. എവിടെ പ്രശ്നം തുടങ്ങുന്നതോ അവിടെ നിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാ. എവിടെ നീ തല കുനിയുന്നോ അവിടെ നിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാ. എവിടെ നിന്റെ കൊമ്പൊടിഞ്ഞെന്ന് പിശാച് പറഞ്ഞോ അവിടെ നിന്ന് നീ എന്തോ പുതിയത്. ഹല്ലേലൂയ, ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, തീർന്നെന്ന് പറഞ്ഞിടത്തു നിന്ന് ആത്മാവിൽ ഇന്ന് ചിലത് തുടങ്ങുന്ന ആത്മാവിൽ അതങ്ങനെ സ്വീകരിക്കാം. പിശാച് കൊമ്പൊടിഞ്ഞെന്ന് പറഞ്ഞിടത്ത് നീ ചിലത് ആരംഭിക്കുന്ന, പിശാച് തകർന്നെന്ന് പറഞ്ഞിടത്തു നിന്ന് നീ ചില പുതിയതിനെ തുടങ്ങുന്ന. ഈ സ്വപ്നമകത്തു കിടക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, വീട്ടിലുള്ളവരോട് ഇത് ഷെയർ ചെയ്തു. അന്നു മുതലേ തൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി, അന്നു മുതലേ താൻ ഒറ്റപ്പെടാൻ തുടങ്ങി, അന്നു മുതലേ ഹല്ലേലൂയ വൈരാഗ്യം ഹല്ലേലൂയ സഹോദരന്മാർക്ക് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പിതാവ് പറയുന്നു, സഹോദരന്മാരുടെ സ്നേഹം അന്വേഷിച്ചിട്ട്, വിവരം അന്വേഷിച്ചിട്ട്, ആ ഭാഗം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തു വായിപ്പിക്കാതെ വേഗത്തിൽ അത് അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുന്നത്. ഹല്ലേലൂയ, അന്വേഷിച്ചിട്ട് ഹല്ലേലൂയ വരാൻ പറഞ്ഞ സഹോദരന്മാരുടെ അടുക്കലേക്ക് ഹല്ലേലൂയ ഈ മകനെ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുമ്പോൾ അന്നേരമെല്ലാം ഈ സ്വപ്നം ഇങ്ങനെ അകത്ത് കിടക്കുകയാണ്. അന്നേരമെല്ലാം ഈ ദൈവശബ്ദം തൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്നു. ഹല്ലേലൂയ, ഇതുമായി അവരുടെ സഹോദരന്മാരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഇതിനെ ഒടിച്ച് കളയുവാൻ മാറിയിരുന്ന് ഗൂഢാലോചന ചെയ്യുന്ന ഹല്ലേലൂയ സഹോദരന്മാരാ. ഹല്ലേലൂയ, വളരെ സ്നേഹത്തോടെ തൻ്റെ അച്ചാച്ചന്മാരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവർ പറയാം, ദാ സ്വപ്നക്കാരൻ വരുന്നു, ഇവനെ നാം കൊന്ന് ഈ കുഴിയിൽ ഇട്ട് കളക, ഇവൻ്റെ സ്വപ്നം എന്താകുമെന്ന് ഹല്ലേലൂയ നമുക്കറിയാം. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ഹല്ലേലൂയ, നിന്റെ സ്വപ്നം എന്താകുമെന്ന്, നിന്റെ ഭാവി എന്താകുമെന്ന്, നിന്റെ ജീവിതം എന്താകുമെന്ന്, നിന്റെ ശുശ്രൂഷ എന്താകുമെന്ന് കാണാൻ നോക്കിയിരിക്കുന്നവരുടെ മുന്നിൽ ഹല്ലേലൂയ നിന്റെ തലയെ ഉയർത്തുന്ന, ഒരുപക്ഷെ നീ പ്രതിസന്ധിക്കകത്തൂടെ കടക്കോ, പൊട്ടക്കിണറിനകത്തൂടെ കടക്കോ, ഇവരുടെ വീടിനകത്ത് വീഴേണ്ടി വരോ, കാരാഗ്രഹത്തിനകത്ത് പിടിക്കപ്പെടേണ്ടി വരോ, പക്ഷെ സ്വപ്നം നിന്നെ ഉയർത്തും. ദൈവിക വാഗ്ദത്തം പ്രാപിക്കുക എന്നുള്ളത് ഈസി മെത്തേഡ് അല്ല. ഹല്ലേലൂയ, ഒരു ഈസിയായ മെത്തേഡ് അല്ല. നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ കൊമ്പ് ഉയർത്തണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഒത്തിരി പ്രോസസ്സിങ്ങിനകത്തൂടെ കടന്നു പോകും. ഹല്ലേലൂയ, വളരെ സ്നേഹത്തോടെല്ലാം ഇവർ പറയുക, അത് കൊന്നവനെ കുഴിച്ചിടാമെന്ന്. ഹല്ലേലൂയ, നോക്കിക്കേ, സ്വന്തം സഹോദരങ്ങൾ, ഒരപ്പൻ്റെയും അമ്മയുടെയും ഉദരത്തിനകത്തുനിന്ന് പുറത്തു വന്ന രക്തബന്ധങ്ങൾ പറയുകയാ. ഇന്ന് ഞാൻ ആത്മാവിലൊരു ദൈവശബ്ദം കൈമാറട്ടെ. നിന്റെ തകർച്ച കാണാൻ കൊതിച്ചിരിക്കുന്നവരില്ലേ, നിന്റെ തലമുറയുടെ തകർച്ച കാണാൻ കൊതിച്ചിരിക്കുന്നവർ, നീ എന്താ എന്ന് നോക്കിയിരിക്കുന്നവർ,
പരിശുദ്ധയാത്മാവനോട് അങ്ങനെ തന്നെ പറഞ്ഞു, നീ എന്താ എന്നറിയാൻ നോക്കിയിരിക്കുന്നവരുടെ മുന്നിൽ ഹല്ലേലൂയ നീ ഉയർത്തി വരുന്ന ഒരു സമയമുണ്ട്. നിന്റെ തല ഉയരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ സഹോദരന്മാരുടെ അടുക്കലേക്ക് ഓടി വരുമ്പോ വലിയ പ്ലാനുകളും പദ്ധതികളും ഒരുക്കി തകർക്കാൻ നോക്കുമ്പോ ഹല്ലേലൂയ ഒരു ചെറിയ ദയവ് ഇവർ കാണിച്ചു. കൊല്ലണ്ട, മിസ്രയീം കച്ചവടക്കാർക്ക് വിറ്റുകളയാം. ആമേൻ. ഹല്ലേലൂയ. കൊല്ലണ്ട, ഇവനെ വിറ്റുകളയാം. ഹല്ലേലൂയ. പൊട്ടക്കിണറിനകത്തും ആ കച്ചവടക്കാരുടെ കൂടെ നടന്നു പോകുമ്പോഴും ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. യോസഫ് ചിന്തിക്കും, കർത്താവേ ഇതായിരുന്നോ എൻ്റെ സ്വപ്നം? ഇതാണോ ഇങ്ങനെയാണോ എൻ്റെ കൊമ്പ് ഉയരുന്നത്? ഈ സാഹചര്യത്തിനകത്ത് ഇനി എൻ്റെ കൊമ്പെന്നുയരാനാ? ഇതിനാണോ എൻ്റെ ശുശ്രൂഷ? ഇതാണോ ഹല്ലേലൂയ ദൈവം എന്നെ കാണിച്ച ദൈവ ശബ്ദം? ഹല്ലേലൂയ. അവിടുന്ന് പൊത്തിഫറിന്റെ ഭവനം, അവിടുന്ന് കാരാഗ്രഹം, ഇതിൻ്റെ എല്ലാ നടുവിലും ഹല്ലേലൂയ ഞാനിങ്ങനെ ചിന്തിക്കുന്നേ, പ്രാർത്ഥന മുറി കയറിയിട്ടിരിക്കും ദൈവ മനുഷ്യൻ പറയുന്നുണ്ടാവും വ്യക്തിപരമായ പ്രാർത്ഥന, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തു. പൊട്ടക്കിണറിനകത്ത് കിടക്കുമ്പോഴും പറയും, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ. മിസ്രയീം കച്ചവടക്കാർ കയറ്റി പിടിച്ച് കൊണ്ടുപോകുമ്പോഴും അവരുടെ കൂടെ ചേർന്ന് നടക്കുമ്പോഴും ഈ ചെറിയ പയ്യനെ എന്ത് ചെയ്യുന്നറിയാതെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അന്നേരവും പറയുന്നുണ്ടാകൂ, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തൂ. കാരണം എന്താണെന്നറിയാമോ? ദർശനം ഞാൻ കണ്ടത് വെറുതെയല്ല, ദൈവശബ്ദം ഞാൻ കേട്ടത് വെറുതെയല്ല. ഇന്ന് നീ നിൽക്കുന്ന താഴ്ചക്കകത്ത് നിന്നോണ്ട് പറയാമോ, എങ്കിലും നീ നിൽക്കുന്ന പരാജയത്തിനകത്ത് നിന്നോണ്ട് പറയാമോ, എങ്കിലും നീ നിൽക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്നും പറ, എങ്കിലും എന്റെ കൊമ്പ്. എനിക്കറിയത്തില്ല, വലിയ ദൈവ സാന്നിധ്യം ആ പദത്തിനകത്ത് ചലിക്കുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ചേട്ടന്മാർ വിറ്റ് കളയുമ്പോ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി അവരുടെ കൂടെ പോകുമ്പോഴും പറയൂ, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവരോട് അങ്ങനെ പറയുന്നു. ചില സാഹചര്യത്തിനകത്ത് പുറത്തു വരാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി വീടിനകത്ത് ചെന്നിട്ട് പ്രാർത്ഥന മുറി കയറിയെന്ന് പറയണം, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തു. കാരണം എന്നെ ഉയർത്താമെന്ന് പറഞ്ഞത് എൻ്റെ ദൈവമാണ്, എന്നെ മാനിക്കാമെന്ന് പറഞ്ഞത് എൻ്റെ ദൈവമാണ്, എന്നെ നടത്താമെന്ന് പറഞ്ഞത് എൻ്റെ ദൈവമാണ്. സാഹചര്യമല്ല പറഞ്ഞത്, ഏതെങ്കിലും സാധ്യതയല്ല പറഞ്ഞത്, ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അല്ല പറഞ്ഞത്, ഏതെങ്കിലും ഡിഗ്രി അല്ല പറഞ്ഞത്. ആരെങ്കിലും അല്ല എന്നോട് പറഞ്ഞത്, എന്റെ ദൈവമാ പറഞ്ഞത്. സാധ്യതകൾ പറയും, ഉയരത്തില്ല, നീ അവിടെ എത്തത്തില്ല, നീ ആ ബൗണ്ടറി പൊട്ടിക്കത്തില്ല, നീ ആ രാജ്യത്തിൽ എൻട്രാവത്തില്ല. എങ്കിലോ എന്നോട് പറഞ്ഞ ദൈവ ശബ്ദത്തിൽ എനിക്ക് ഉറപ്പായി വിശ്വാസമാണെന്ന് ഒന്ന് പറയാമോ? ഞാൻ കേട്ട ദർശനത്തെ, ഞാൻ കേട്ട ദൈവ ശബ്ദത്തെ, ഞാൻ അനുഭവിച്ച സാന്നിധ്യത്തെ എനിക്ക് വിശ്വാസമാണെന്ന്. ഈ ഒരു ഉറപ്പാ അവരുടെ കൂടെ നടക്കുമ്പോഴും. പൊത്തിഫറിന്റെ വീടിനകത്ത് പിടിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴും പറഞ്ഞു, എങ്കിലും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു, അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ടോ, അവിടെ തലകുനിയാനുള്ള സാധ്യത വന്നു. പക്ഷേ ഹല്ലേലൂയ, എങ്കിലും എൻ്റെ കൊമ്പ് നീ ഉയർത്തു. ഹല്ലേലൂയ. ആ സീസൺ കഴിഞ്ഞു, കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാ. ഓർക്കുമെന്ന് പറഞ്ഞവര് പോലും മറന്നുപോയി, ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞവർ വരെ മാറിപ്പോയി.
നിന്നെ കരുതാമെന്ന് പറഞ്ഞവര് പോലും മറ്റു സാഹചര്യം വന്നപ്പോ അവര് മറന്നുപോയി. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ഹല്ലേലൂയ, നിന്നെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോകൂ, നിന്നെ കരുതാമെന്ന് പറഞ്ഞവർ വിട്ടിട്ട് പോകൂ. പക്ഷെ അവിടെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, അവിടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, അവിടെ നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും ഓർത്തില്ലെങ്കിലോ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം. എന്തോ പരിശുദ്ധ പറയുന്നു, ആരും നിന്നെ ഓർക്കത്തില്ല, ആരും നിന്നെ ഓർക്കുന്നില്ലെങ്കിലോ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം, നിന്നെ ഓർക്കുന്ന. എന്തോ പരിശുദ്ധ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം, നിന്നെ ഓർക്കുന്ന ഒരു ദൈവം. ഈ ഓർക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഈ ഓർക്കുന്ന ദൈവത്തിൽ നീ ആശ്രയിച്ച നിന്റെ തല ഉയരുമെന്ന്. ഓ എന്തോ 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 ആരോട് പ്രവചിക്കുകയാ? ഓർക്കുന്ന ദൈവത്തെ കൂട്ടുപിടിച്ച നിന്റെ കൊമ്പുയരൂ. ഏതെല്ലാം ശക്തികൾ ഒരുമിച്ച് വന്ന് ഓടിക്കാൻ നോക്കിയാലോ അതിന്റെ നടുവിൽ നീ കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കും. നീ സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കും. നീ ഒന്ന് പാടാൻ വേണ്ടേരെ. എന്നേരെ വന്നതാ വാക്കിനമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ, എന്നേരെ വന്നതാ വാക്കിനമ്പിനാ ഞാൻ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ, ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. കരമെല്ലാം സ്വർഗ്ഗത്തിലേക്ക് ഉയരുന്ന സമയം, ഉയരുന്ന സമയം. ഇന്നലകളിൽ കരഞ്ഞ സാഹചര്യത്തെ നോക്കി, നിരാശപ്പെട്ട സാഹചര്യത്തെ നോക്കി ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ, ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. കാരാഗ്രഹത്തിനകത്തു നിന്ന് ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കൂടെ നിന്നവർ പുറത്തു പോയപ്പോ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഒരു ചെറിയ പ്രതീക്ഷ. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായി, ഹല്ലേലൂയ, മനുഷ്യരിൽ നമ്മൾ പ്രതീക്ഷകൾ വെച്ചാൽ പരാജയപ്പെടും. ഹല്ലേലൂയ. മനുഷ്യരിൽ നമ്മൾ ഹല്ലേലൂയ പ്രതീക്ഷിച്ചാൽ പലപ്പോഴും പരാജയപ്പെടും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സമയമാകുമ്പോ ഹല്ലേലൂയ കൂട്ടിക്കൊണ്ട് വന്ന് ക്ഷൗരം ചെയ്യിപ്പിച്ച് നല്ല വസ്ത്രം ഇടിപ്പിച്ച് ഹല്ലേലൂയ നിന്നെ സക്ക സമയത്ത് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ പറയാ, ഉടനെ ആളെ വിട്ട് കുണ്ടറയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നു. ഉടനെ ആ പദം ഞാൻ തുറക്കുക ഇതിനകത്ത്. ഉടനെ നിന്റെ കൊമ്പുയർത്ത. ഹല്ലേലൂയ. ഉടനെ പറവാൻ
ഹല്ലേലൂയ ആളെ അയച്ച് ഹല്ലേലൂയ ഓർക്കാമെന്ന് പറഞ്ഞവൻ ഓർത്തില്ലെങ്കിലോ അന്നേരം ചെറിയ വിഷമമൊക്കെ വരുമോ, അന്നേരം ചില സങ്കടമൊക്കെ വരുമോ, സാരമില്ലെന്നേ. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സകലരും മറന്നോട്ടെ, നിന്റെ ഹല്ലേലൂയ കൂടെയുള്ള എല്ലാവരും മറന്നോട്ടെ, ഭാരപ്പെടണ്ട. നിന്റെ കൊമ്പ് ഉയർത്താമെന്ന് പറഞ്ഞത് ആരാ? ഉയരത്തിലെ ദൈവമാ. നിന്റെ കൊമ്പ് ഉയർത്താമെന്ന് പറഞ്ഞത് ആരാ? ഉയരത്തിലെ ദൈവമാ. ഇന്ന് ഞാൻ ആത്മാവിൽ ആരോടോ പ്രവചിക്കുകയാ, പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിന്റെ അകത്ത് ഭയങ്കര ശക്തമായി വചനം എന്നോട് ഒത്തിരി ആഴമായി സംസാരിക്കുന്നു. ഞാൻ ഇതൊന്ന് എന്നോടായിട്ട് എടുക്കുകയാ. ഓർക്കാമെന്ന് പറഞ്ഞവര് പോലും മറന്നുപോയാലും എന്റെ കൊമ്പുയർത്തുന്ന ഒരു ദൈവമുണ്ട്, എന്റെ കൊമ്പുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഫറവോന്റെ അകത്ത് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാ. നിന്നെ ഉയർത്തുന്ന സമയമാകുമ്പോ ഏതു വലിയവന്റെ മൈൻഡിനെ തിരിച്ച് ഹല്ലേലൂയ ഏതു നിയമത്തിനെ തിരിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഓർഡർ ഇടുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഉടനെ ഫറവോൻ ആളെ അയച്ച് യോസഫിനെ വരുത്തി ക്ഷൗരം ചെയ്യിപ്പിച്ചു, മുടി വെട്ടി നല്ല വസ്ത്രം ഇടിയിപ്പിച്ച് കൊട്ടാരത്തിനകത്ത് കൊണ്ടു നിർത്തുകയാ. അവിടെ നിന്ന് തൻ്റെ സീസൺ തുടങ്ങുകയാ. അവിടെ നിന്ന് ഹല്ലേലൂയ കൊമ്പ് ഹല്ലേലൂയ 1 by 1 ഉയരാൻ തുടങ്ങുകയാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടോ ഞാൻ ഒരു വലിയ ദൈവശബ്ദം കൈമാറട്ടെ. ഈ ജൂലൈ മാസത്തിൽ ഹല്ലേലൂയ നീ ചിലത് തുടങ്ങാൻ തുടങ്ങുകയാ. ഇന്നലകളിൽ കേട്ട ദൈവശബ്ദമില്ലേ, ഇന്നലകളിൽ കേട്ട ദൈവിക ഹല്ലേലൂയ വാഗ്ദത്തങ്ങളില്ലേ, അത് ആരംഭിക്കാൻ സമയമായി, അത് ആരംഭിക്കാൻ സമയമായി. ഹല്ലേലൂയ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയിട്ടില്ലെന്ന്, നീ കണ്ട സ്വപ്നങ്ങൾ ചിതലരിച്ചു. ഒന്ന് ആത്മാവിൽ ആലോചിച്ചു നോക്കിക്കേ. നീ കേട്ട ദൈവ ശബ്ദം, നീ കണ്ട സ്വപ്നങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവ് അതിനകത്തു നിനക്ക് വേണ്ടി വായിച്ച് യോസഫിന്റെ ആ ഭാഗം വായിച്ചു വരുമ്പോൾ അവിടെ നിന്ന് താൻ ചിലത് ആരംഭിച്ച് ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ രാജ്യത്തിന്റെ ഒരു പ്രധാന അധികാരത്തിലേക്ക് ഹല്ലേലൂയ കുറച്ചുകൂടെ എൻ്റെ ഭാഷയിൽ ഇറങ്ങി പറഞ്ഞാൽ ആ രാജ്യത്തെ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഭക്ഷണമാണ്. ഹല്ലേലൂയ സിസ്റ്ററെ, അതിനെ കൈകാര്യം ചെയ്യത്തക്ക നിലയിൽ എന്ന് വെച്ചാൽ ഹല്ലേലൂയ ഒരു സീസൺ കഴിഞ്ഞപ്പോ സഹോദരന്മാർ ഇപ്പൊ വന്ന് നിൽക്കുകയാ. ആരാ? യോസഫിന്റെ മുന്നില്. ഇപ്പൊ താൻ വിചാരിക്കണം ഇവർക്ക് എന്തെങ്കിലും ചാക്കിനകത്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പൊ താൻ മനസ്സ് വെക്കണം. ഹല്ലേലൂയ ഇവർക്ക് എന്തെങ്കിലും അളന്നു കൊടുക്കണമെങ്കിൽ ഇതാ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തിയാൽ, ഇതാ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എന്ന് വെച്ചാൽ നിന്നെ ഇല്ലാതാക്കിയവരുടെ മുന്നിൽ പിന്നെ നീ വിചാരിക്കണമെന്ന്. ഹല്ലേലൂയ നീ എന്തെങ്കിലും ഹല്ലേലൂയ ആരാ കൊന്നു കളയാമെന്ന് പറഞ്ഞവർ ഇപ്പൊ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാ. ഇതാ എങ്കിലും ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് പറഞ്ഞേ, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടക്കിണർ കൊണ്ട് നിന്റെ കൊമ്പൊടിഞ്ഞു പോകത്തില്ല. കൊത്തീബറിന്റെ വീടിനകത്ത് നിന്റെ കൊമ്പൊടിഞ്ഞു പോകത്തില്ല. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ നിന്റെ കൊമ്പൊടിഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ നീ ഉയരുന്ന ഒരു സമയമുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് 1 മിനിറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാൽ അരമുറുക്കിയും എൻ വഴികളിലെ തീർത്തിയിടും ശക്തിയാൽ എൻ്റെ അരമുറുക്കിയും എൻ വഴികളിലെല്ലാം
കുറവ് തീർത്തിടും. എൻ്റെ കാൽകളെ മാൻപേടക്കാലിനു തുല്യമാക്കിയിടും. ഒരു വലിയ തകർച്ചയെ പരിശുദ്ധാത്മാവ് പണിയുകയാണ്. ആത്മാവിൽ 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 സൗമ്യത എന്നെ വലിയവനാക്കിയിടും. സൗമ്യത എന്നെ വലിയവനാക്കിയിടും. സ്വർഗത്തിലേക്ക് ഇന്നലകളിൽ പരാജയപ്പെട്ടെടുത്ത്, ഇന്നലകളിൽ തോറ്റുപോയെന്ന് പറഞ്ഞെടുത്ത് നിന്റെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് മകൾ സ്വർഗം നിനക്ക് വേണ്ടി ചലിപ്പിക്കുന്നു. ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവമക്കളെ സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നു. എന്നേരെ വന്നതാ, എന്നേരെ വന്നതാ വാക്കിൻ അമ്പിനാ തകർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ, എന്നേരെ വന്നതാ വാക്കിൻ അമ്പിനാ ഞാൻ തകർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിനും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും. കരങ്ങളെ ഒന്ന് വീശിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ശാന്തമായ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ, ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്ന വചനം, ഈ ഞായറാഴ്ച വൈകിട്ട് നമുക്ക് തന്ന വചനം, എങ്കിലും